ഇത്ര കാലവും തന്നെ സ്നേഹിക്കുകയും തന്നോട് വാത്സല്യം കാണിക്കുകയും ചെയ്ത എം ഡിക്ക് കോഴിക്കോട് നഗരം വിട ചൊല്ലിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്, സിത്താരയും അശ്വതിയും. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിന് സിത്താരയും സാക്ഷ്യം വഹിക്കുന്നുണ്ടായിരുന്നു. എത്രയോ കാലമായി ഒരച്ഛൻ്റെ സ്നേഹലാളനകൾക്ക് വിധേയമായ മകൾ നിർനിമിഷയായി മകൾ നോക്കി നിൽക്കുകയായിരുന്നു. അഗ്നിസ്ഫുലിംഗങ്ങൾ എം ഡിയുടെ കഥാപാത്രങ്ങൾ പോലെ അദ്ദേഹം അഗ്നിയിലേക്ക് ആവാഹിക്കപ്പെടുന്ന ആ നിമിഷം എല്ലാവരും സാക്ഷിയായി. ഒരുപക്ഷേ ഈ വായനാ സമൂഹത്തിന് ഏറ്റവും വലിയ ദുഃഖം സമ്മാനിച്ചുകൊണ്ടാണ് എം ഡി യാത്രയായത് എന്നുകൂടി നമ്മൾ അറിയുക. ഈ കോഴിക്കോട് നഗരം എം ഡിയുടെ ഭൗതിക സാന്നിധ്യമില്ലാതെ അനാഥമായി എം ഡിക്ക് ഈ നഗരം വിട ചൊല്ലി. വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിജയകുമാർ, ഒരുപക്ഷെ നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ദൃശ്യത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചത്. എം ഡിയെ പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും വലിയ അഭിമാനമുണ്ടെന്ന് വിശ്വസിക്കുന്ന മലയാളിക്ക് ഒരുപക്ഷെ ഈ സ്വാസ്ഥ്യം, ഈ സമാധാനക്കേട് അവനെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കും. ഒരുപക്ഷെ എം ഡിയുടെ ചില കഥാപാത്രങ്ങൾ, ആൾക്കൂട്ടത്തിൽ തനിയായി പോയ ചില കഥാപാത്രങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരന്തങ്ങളും തന്നെയാണ് എം ഡി എന്ന വ്യക്തിയും ഇപ്പോൾ അനുഭവിച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. സാഹിത്യത്തിൻ്റെ അദ്ദേഹം ഉയർത്തിയ പ്രമേയം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കും തീനാളം പോലെ കടന്നു ചെന്നു എന്നതാണ് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടത്. ഒരു മനുഷ്യൻ 90-91 വയസ്സ് വരെ ജീവിക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യായുസ്സിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ, എഴുതാൻ പറ്റുന്നതിൻ്റെ പരമാവധി എഴുതുക, അത് മുഴുവൻ മലയാളി എവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെ അത് വായിക്കുക, അതിനെപ്പറ്റി എല്ലാ ദിവസവും പറയുക. നമ്മളുടെ ഓരോ ദിവസവും, ഒരു പക്ഷേ എല്ലാ ദിവസവും എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ എം ഡി വാസുദേവൻ നായരെ അനുസ്മരിച്ച് അദ്ദേഹത്തിൻ്റെ കഥകളെപ്പറ്റിയോ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെപ്പറ്റിയോ ഒക്കെ നമ്മൾ പറയാറുണ്ട്. യേശുദാസിൻ്റെ പാട്ട് എല്ലാ ദിവസവും കേൾക്കും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായൊരു എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം നമ്മളെ വിട്ട് അകലുന്നു എന്നത് അങ്ങേയറ്റം ഹൃദയവേദനയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്, അതിൽ തർക്കമില്ല. പക്ഷേ അപ്പോഴും അദ്ദേഹം നമ്മളുടെ മുന്നിൽ വരച്ചിട്ട, എഴുതിയിട്ട വലിയ പ്രപഞ്ചം, കഥാപ്രപഞ്ചം, അത് ഒരു സർഗപ്രപഞ്ചം, അതങ്ങനെ തന്നെ അവശേഷിക്കും. അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഇങ്ങനെ ഒരു തീപ്പന്തം കണക്കെ അതിങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അടുത്ത തലമുറയിലേക്കും അതിനടുത്ത തലമുറയിലേക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതിനോടകം എത്രയോ തലമുറകളെ എം ടി വാസുദേവൻ നായരുടെ രചനകൾ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന മുഴുവൻ തലമുറകളെയും അത് പ്രചോദിപ്പിക്കുകയും ചെയ്യും. കാരണം അത് കാലാതിവർത്തിയാണ്, സാഹിത്യം കാലാതിവർത്തിയാണ്, അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ കാലാതിവർത്തിയാണ്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ കാലാതിവർത്തിയാണ്. ഓരോ കാലഘട്ടത്തിനും ഉതകുന്ന തരത്തിൽ അവിടുത്തെ മനുഷ്യരുമായി സംവദിച്ചതാണ് ആ കഥാപാത്രങ്ങൾ. അതുകൊണ്ടാണ് സേതു നടന്ന വഴിയിലൂടെ ആ വഴിയിലെ പാടവരമ്പ് എങ്ങനെയുണ്ട് ഇപ്പോൾ, അവിടെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടോ എന്നറിയാൻ പലരും എം ടിയുടെ നാട്ടിലേക്ക് പോകുന്നത്, ആ പാടവരമ്പിലൂടെ നടക്കുന്നത്. ഇപ്പോൾ അതിലെ പോകുന്നവർ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇത് സേതു നടന്ന വഴിയിൽ നിന്ന് എടുത്ത ഫോട്ടോ എന്ന് പറയുന്നത്, അത് കാലാതിവർത്തിയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എന്നതുകൊണ്ട് തന്നെയാണ്. അത് അവസാനിക്കില്ല, അത് മുന്നോട്ട് അതിൻ്റെ അനുസ്യൂതമായ യാത്ര തുടരും. എം ടി നമ്മളുടെ ഒപ്പമില്ല എന്നത് അങ്ങേയറ്റം ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അദ്ദേഹം നമുക്ക് മുന്നിൽ രചിച്ചിട്ട ആ കഥാപ്രപഞ്ചം, അതിന് ഒരു ലോപവും ഉണ്ടാകില്ല, അത് നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ബൗദ്ധിക സത്യസന്ധത എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ എഴുത്തിലും 100% ഉറപ്പോടുകൂടി അത് നിർവഹിച്ച ഒരു എഴുത്തുകാരൻ കൂടിയാണ് എം ടി വാസുദേവൻ നായർ.